മഴക്കെടുതിയിൽ മരണം 4 3 ഫിലിപ്പൈൻ സ്വദേശികൾ മരിച്ചതായി കോൺസുലേറ്റ് അറിയിച്ചു. മഴയെ തുടർന്ന് ദുബൈയിൽ ഇതുവരെ 1244 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ദുബൈ വിമാനത്താവളത്തിന്റെ 1, 3 ടെർമിനലുകൾ പ്രവർത്തനം പുനരാരംഭിച്ചു. UAE-യിലെ മിക്ക നഗരങ്ങളും ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. വെള്ളത്തിൽ കുടുങ്ങിപ്പോയ കാറിൽ ശ്വാസം മുട്ടിയാണ് 2 ഫിലിപ്പൈൻ സ്വദേശികൾ മരിച്ചതെന്ന് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മറ്റൊരാൾ മഴയിലുണ്ടായ വാഹനാപകടത്തിലാണ് മരിച്ചത്. പ്രവർത്തനം അവതാളത്തിലായ ദുബൈ വിമാനത്താവളം അടുത്ത ദിവസം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞു. ടെർമിനൽ 1-ഉം ടെർമിനൽ 3-ഉം ഇന്ന് സജീവമായി. ഫ്ലൈ ദുബൈ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ചില വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. ടെർമിനൽ 3-ൽ ചെക്ക് ഇൻ നടപടികൾ പുനരാരംഭിച്ചതോടെ വലിയ തിരക്കാണ് വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത്. ടെർമിനൽ 1-ൽ ഇന്നു മുതൽ വിമാനങ്ങൾ ഇറങ്ങിത്തുടങ്ങി. വിമാനത്താവളത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൺഫേംഡ് ടിക്കറ്റ് കൈവശമുള്ളവർ മാത്രം വിമാനത്താവളത്തിൽ എത്തിയാൽ മതിയെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് എയർ അറേബ്യ വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ മുതൽ സർവീസ് പുനരാരംഭിച്ചു. ദുബൈ മെട്രോ ഭാഗികമായി സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ദുബൈ, ഷാർജ, അജ്മാൻ തുടങ്ങിയ നഗരങ്ങളിലെ പ്രധാന റോഡുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ശക്തമായി തുടരുന്നു. പലയിടങ്ങളിലും ഗതാഗത കുരുക്കുണ്ട്. വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ കെട്ടിടങ്ങളിൽ കുടുങ്ങിയവരും നിരവധിയാണ്. കെട്ടിടത്തിലും വിമാനത്താവളത്തിലും കുടുങ്ങിയവർക്ക് ഭക്ഷണമെത്തിച്ച് പ്രവാസി കൂട്ടായ്മകളും സേവന രംഗത്ത് സജീവമാണ്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.